ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വേൾഡ് ജോഗ്രഫിയിലെ രണ്ടാം ഭാഗവുമായിട്ടാണ്. ആദ്യത്തെ ഭാഗം നമ്മൾ അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. അതിൽ ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മുഴുവൻ ICRT ക്ലാസ്സുകൾ മാത്രമാണ് ഇതിലെടുത്തിരിക്കുന്നത്. അതിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, +1 ടെക്സ്റ്റത്തെ ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ മനുഷ്യനിർമ്മിത ഉപകരണങ്ങൾക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുവെങ്കിലും അവൻ വസിക്കുന്ന ഭൂമിയുടെ ഉള്ളിലേക്ക് 12 കിലോമീറ്ററിനപ്പുറത്ത് പോകാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അത് ആ ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ +1 എടുക്കുന്നത്. അതുകൊണ്ട് റിപ്പീറ്റായി വരും. പക്ഷേ +1 പോകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ വിവരങ്ങൾ കിട്ടും. അതുകൊണ്ടാണ്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് എന്താണ്? താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളി ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറും ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. മുകളിലത്തിലെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറും ഈ മർദ്ദ വ്യതിയാനത്തിനുള്ള കാരണം. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇരുമ്പ് ഉരുകണം പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് മതി? 1530 ഡിഗ്രി ചൂടിലാണ് ഇരുമ്പ് പോലും ഉരുകി തുടങ്ങുക. എന്നാൽ നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള താപം എന്ന് പറയുന്നത് എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ നമ്പേഴ്സൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയുടെ ഉള്ളറയൊക്കെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. നമുക്കറിയാലേ, ലാവ, അഗ്നിപർവ്വത സ്ഫോടനം പൊട്ടിത്തെറിക്കുമ്പോൾ വരുന്നത് എന്താണ്? ലാവയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഭൂമിയുടെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാവും. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയൊക്കെയാണ് നമ്മളെ എന്തറിയുന്നത്? ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നോക്കാം, അല്ലെ ഭൂമിയുടെ പാളികളെക്കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന മിക്ക സവിശേഷതകളും അതിൻ്റെ ഉള്ളറയിൽ നടക്കുന്ന നിരവധി പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. എക്സോജനിക് അതുപോലെ എൻഡോജനിക് പ്രക്രിയകൾ നിരന്തരം ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നു. ഭൂമി അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അർദ്ധദ്രാവകാവസ്ഥയിലായിരുന്നു. സാന്ദ്രതയുടെ ക്രമേണയുണ്ടാവുന്ന വർധനവ് മൂലം ഉള്ളിലേക്ക് പോകുന്തോറും താപനില വർദ്ധിച്ചു വരുന്നു. ഭാരിച്ച വസ്തുക്കൾ ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നിറങ്ങിയതിനാൽ ഭൂകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വസ്തുക്കളുടെ സാന്ദ്രത ക്രമേണ കുറഞ്ഞു വരും വിധം പുനഃക്രമീകരിക്കുകയുണ്ടായി. കാലാന്തരത്തിൽ ഭൂമി കൂടുതൽ തണുത്തതിലൂടെ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം രൂപപ്പെട്ടു. അപ്പോൾ ഭൂമിയുടെ ഘടന നമുക്ക് നോക്കാം. ഭൂവൽക്കം ആ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, ക്രസ്റ്റ്, അതുപോലെ മാൻഡില്, പുറക്കാമ്പ്, ഔട്ടർ കോറ്, അകക്കാമ്പ്, ഇന്നർ കോറ് എന്നിങ്ങനെയാണ് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നീ 3 ഘടനകളാണുള്ളത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഭൂവൽക്കം, ക്രസ്റ്റ്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്ന് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ഈ നിൽക്കുന്നൊക്കെ ഭാഗങ്ങളാണ് ഭൂവൽക്കത്തിൽ പെടുക. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ്. അതിൻ്റെ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ നേർത്ത പുറന്തോടിന് തന്നെ 40 കിലോമീറ്ററോളം കനമുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് കൂടെ ഓർക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 12 കിലോമീറ്ററിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട്, ഏകദേശം 40 കിലോമീറ്റർ കനം. 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഭൂവൽക്കത്തിലാണ് ഈ 2 ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഇനി നമുക്ക് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും നോക്കാം. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് പറയുന്നു. SiAl, സിലിക്ക ആൻഡ് അലുമിനിയം. അതാണ് സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ സിലിക്കയും മഗ്നീഷ്യം സിമ, സിലിക്കയും അലുമിനിയം സിയാല്. ഓക്കെ, അടുത്തത് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ് മാൻഡിൽ.
ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്, മാൻഡിൽ ഉള്ളത്. ഭൂവൽക്കം തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. മാൻഡിലിനും 2 ഭാഗങ്ങളുണ്ട്, ഉപരിമാൻഡിൽ, അധോമാൻഡിൽ. എങ്ങനെയാണ്? ഉപരിമാൻഡിൽ, അധോമാൻഡിൽ. ഉപരിമാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ് ഉള്ളത്. ഉപരിമാൻഡിലെ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ പാളി ഖരാവസ്ഥയിലാണ് ഉള്ളത്. അധോമാൻഡിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ മേലെ ഖരം പറഞ്ഞാൽ അടുത്തത് ദ്രാവകമായിരിക്കും അല്ലേ? ഓക്കെ. ഉപരിമാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളി പദാർത്ഥങ്ങളല്ലേ, ഈ പാളിയിലുള്ള പദാർത്ഥങ്ങൾ അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് ഉള്ളത്. ഓക്കെ. അടുത്തതാണ് കാമ്പ്. കാമ്പ് നമ്മൾ പറഞ്ഞു, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ 2ആണെന്ന് പറഞ്ഞു. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ്. നമ്പേഴ്സ് ഓർത്ത് വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു 40 കിലോമീറ്റർ, പിന്നെ 2900 കിലോമീറ്റർ വരെ പറഞ്ഞു. അപ്പോൾ 2900 തുടങ്ങിയിട്ട് 6371, 40, 2900, 6371 ഈ നമ്പേഴ്സ് ഓർത്ത് വെക്കുക. അതുപോലെ കാമ്പിനും 2 ഭാഗങ്ങളാണുള്ളത്, പുറക്കാമ്പും അകക്കാമ്പും. അപ്പോൾ പുറക്കാമ്പ് നമുക്ക് നോക്കാം. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞു അധോമാൻഡിലിൽ എന്താണ്, അർദ്ധ ദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞത്. എന്നാൽ പുറക്കാമ്പിലേത് ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പ് എങ്ങനെയാണുള്ളത്, ഖരാവസ്ഥയിലുമാണ് ഉള്ളത്. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ വെച്ചിട്ട് എന്തൊക്കെ മനസ്സിലായി? ഭൂമിയുടെ ഘടന 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെയാണ്. അതുപോലെ മാൻഡിലിനെ 2ആയി തരംതിരിച്ചു, ഉപരിമാൻഡിൽ, അധോമാൻഡിൽ. കാമ്പിനെയും 2ആയി തരംതിരിച്ചു, പുറംകാമ്പ്, അകംകാമ്പ്. ഇനി നമുക്ക് അവരുടെ കനം നോക്കാം. ഭൂവൽക്കത്തിൻ്റെ 40 കിലോമീറ്റർ കനമാണ്. മാൻഡിലിൻ്റെ 40 മുതൽ 2900 കിലോമീറ്റർ വരെയാണ്. കാമ്പിൻ്റെ വരുന്നത് 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്ററാണ്. നമ്പർ ഓർത്ത് വയ്ക്കുക. അതുപോലെ ഭൂവൽക്കത്തിൽ നമ്മൾ 2 പറഞ്ഞില്ലേ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. എല്ലാത്തിലും 2 ഉണ്ട്. ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാൻഡിലിൽ ഉപരിമാൻഡിൽ, അധോമാൻഡിൽ. കാമ്പിൽ പുറംകാമ്പ്, അകംകാമ്പ്. അതിൽ വൻകര ഭൂവൽക്കത്തിൽ എന്താണ്, സിയാൽ എന്നാണ് നമ്മൾ പറയുന്നത്. സിയാൽ എന്ന് പറഞ്ഞാൽ സിയാൽ, സിലിക്ക, ആൽ, AL എന്താ പറയുന്നത്, അലുമിനിയം. അതുപോലെ സിമ എന്ന് പറഞ്ഞു. അപ്പോൾ സിലിക്കയും മാഗ്നീഷ്യവുമാണ് എന്തിലുള്ളത്, സമുദ്ര ഭൂവൽക്കത്തിലുള്ളത്. അതുപോലെ ഉപരിമാൻഡിൽ എങ്ങനെയാണ്? ഉപരിമാൻഡിൽ പറഞ്ഞത് ഭൂവൽക്കത്തിൻ്റെ തൊട്ട് താഴെയല്ല കിടക്കുന്നത്. അപ്പോൾ അതും ഖരാവസ്ഥയിലായിരിക്കുക എന്ന് ഓർത്തു വയ്ക്കുക. അതിന് താഴെയുള്ളത് എന്തായിരിക്കുക, ഇത്തിരി കുറച്ച് ദ്രാവകാവസ്ഥയായിരിക്കുക. കുറച്ച് മീൻസ് അർദ്ധ ദ്രാവകാവസ്ഥയിലായിരിക്കാം. അതിന് താഴെ എന്താ ഉള്ളത്, കാമ്പുണ്ട്. കാമ്പിലാണ് പുറംകാമ്പ്, അകംകാമ്പ്. പുറംകാമ്പ് എന്തായിരിക്കാം, അത് ഉരുകിയ അവസ്ഥയിലായിരിക്കാം, ലാവ അവസ്ഥയിലായിരിക്കാം. എന്നാൽ അകംകാമ്പ് എങ്ങനെയായിരിക്കാം എന്നാണ് പറയുന്നത്, അകംകാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലായിരിക്കാം. അപ്പം ഈ ഭാഗത്ത് എന്താ ഉള്ളത്, നിക്കലും ഇരുമ്പുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ നിഫെ എന്ന് പറയുന്നത്. നിക്കൽ, ഇരുമ്പ് ഉള്ളതിനെയാണ് നിഫെ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഭൂമിയുടെ ഘടനയെക്കുറിച്ചിട്ട് ഫസ്റ്റ് ഈ ഭാഗങ്ങളിൽ ഈ ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഫോസിലുകൾ. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടാറുണ്ട്. അവയെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനും നാം ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ പ്രാചീനകാല ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ അവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഫോസിലുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം. അത് ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളാണ് ഏതൊക്കെ, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. അത് നമുക്കറിയാലോ, അത് ഫോസിൽ ഇന്ധനങ്ങളാണ്. നമുക്കറിയാം നമ്മൾക്ക് മുന്നേ കുറേ ജീവികൾ ജീവിച്ചിരുന്നു. അവയ്ക്കെല്ലാം എന്താണ് വംശനാശം സംഭവിച്ചു പോയി. അതിൻ്റെ എല്ലാം ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ട് നമ്മളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറിനെയും കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ വന്നത്. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർന്ന് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. നമ്മൾ ഭൂവൽക്കം പറഞ്ഞു, മാൻഡിൽ പറഞ്ഞു, കാമ്പ് പറഞ്ഞു. അപ്പോൾ ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർന്ന് ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. അതായത്
ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ അതായത് ലാവയുടെ സ്രോതസ് ആണ് അസ്തനോസ്ഫിയർ. അപ്പോൾ നമുക്കറിയാം ഭൂവൽക്കം മാൻഡിലിൻ്റെ ഉപരിഭാഗം ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെ നമ്മൾ പറഞ്ഞു ഉപരിമാൻഡിൽ ഏതവസ്ഥയിലാണെന്ന് നമ്മൾ പറഞ്ഞു, ഖരാവസ്ഥയിൽ തന്നെയാണ് പറഞ്ഞു. അതിൻ്റെ താഴെയുള്ള അധോമാൻഡിൽ അർദ്ധദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ആ ഭാഗത്തേന് എന്തെന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് എന്താണ് അസ്തനോസ്ഫിയർ ആണ്. ഇനി ശിലകളെ കുറിച്ച് നോക്കാം. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. ഓക്കെ, ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. നമ്മുടെ ചുറ്റോട് നോക്കി പറഞ്ഞാൽ നമുക്ക് പല നിറത്തിലും കാഠിന്യത്തിലുള്ള ശിലകളെല്ലാം കാണാൻ പറ്റില്ല. ചിലത് പെട്ടെന്ന് പൊടിയുന്നതായിരിക്കാം, ചിലത് നല്ല കാഠിന്യമുള്ളവയായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കൊണ്ടാണ് ഇവയിലുള്ള വ്യത്യാസം ഉള്ളത്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്, അതായത് മിനറൽസ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എത്ര ധാതുക്കളാണ്? 2000-ലധികം ധാതുക്കളാണ് ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് അങ്ങനെ പലതരത്തിലുള്ള ധാതുക്കൾ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശിലകളെ 3ആയി തരംതിരിക്കാൻ പറ്റും അല്ലേ? ഏതൊക്കെയാണ് ശിലകൾ? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തര ശിലകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ആഗ്നേയ ശിലകൾ നോക്കാം. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ച് ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതായത് ആ പൊട്ടിത്തെറിക്കുന്ന ലാവ ഭൂവൽക്കത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ വെച്ചിട്ടോ എന്ത് ചെയ്യും? തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ പറയാം. ആ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ശിലകളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. കാരണം ആ ലാവ പുറത്ത് വന്ന് ആദ്യം ഉണ്ടാവുന്ന ശിലയാണ് ആഗ്നേയ ശില. അപ്പോൾ അതെന്താണ്? പ്രാഥമിക ശിലയാണ്, ആദ്യം ഉണ്ടാവുന്ന ശിലയാണ്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ എന്തറിയപ്പെടുന്നു? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ശില ഏതാണ്? രണ്ടാമത്തെ ശിലയാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. അതായത് ആദ്യമുണ്ടായ ആഗ്നേയ ശിലകൾ ക്ഷയിച്ച് എന്ത് ചെയ്യും? പൊടിയും. ആ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടും. നമ്മൾ മേലെ 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 മണ്ണ് കൊത്തി അടിച്ചടിച്ചടിച്ച് ഒരു കട്ടിയാവില്ലേ? അതുപോലെ ഈ ശിലകൾ പൊടി എന്താവും? ഈ അവസാദങ്ങൾ എന്ത് ചെയ്യും? താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അവസാദ ശിലകൾ ഇതെന്ന് മനസ്സിലായല്ലോ. ഈ ആഗ്നേയ ശിലകൾ എന്ത് ചെയ്യും? പൊടിഞ്ഞതിന് ശേഷം അതൊരു ഭാഗത്ത് പോയി അടിഞ്ഞിട്ടാണ് അവസാദ ശിലകൾ ഉണ്ടാവുക. അതിന് ഉദാഹരണമാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. അപ്പോൾ മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അപ്പോൾ നമ്മൾ പറഞ്ഞു പാളികളായിട്ടാണ് മേലക്കാണ് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇവയെ അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നത്? അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നു. അടുത്തതാണ് കായാന്തര ശിലകൾ എന്നാണ്. കായാന്തര ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തര ശിലകൾ രൂപപ്പെടുന്നത്. കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും. കായാന്തര ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. കായാന്തര ശിലകളാണ് കേരളത്തിൽ എവിടെ കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ശിലകളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് 3 എണ്ണമാണ്. ഒന്നാമത്തേത് ആഗ്നേയ ശില എന്ന് പറയുന്ന പ്രാഥമിക ശിലയാണ്. അവസാദ ശില എന്ന് പറയുന്നത് എന്താണ്? അടുക്കു ശിലയാണ്. കായാന്തര ശില എന്ന് പറയുന്നത് എന്താണ്? ഈ ഉയർന്ന മർദ്ദം മൂലം താപം മൂലം ശിലകൾ ഭൗതികമായി രാസപരമായി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കായാന്തര ശിലകൾ രൂപപ്പെടുന്നത്. രണ്ടാമത് പഠിക്കുന്നത് എന്താണ്? ഇവയുടെ ഉദാഹരണം ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഗ്രാനൈറ്റ്, ബസാൾട്ട്. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ്. നമ്മൾ ആലോചിച്ച് നോക്കിയാലും മതി, നമ്മുടെ അവിടെ അഗ്നിപർവ്വതം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അവിടെ ഈ ചുണ്ണാമ്പുകളിലും കല്ലും അതുപോലെ മണൽക്കല്ലും ഒക്കെ തന്നെ കിട്ടുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷമാണ് മാർബിളും സ്ലേറ്റും ഒക്കെ ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ കായാന്തര ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും.
വീണ്ടും വീണ്ടും പറഞ്ഞത് അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ നമുക്കത് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും 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 പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ശില എന്ത് ചെയ്യില്ല, എല്ലാ കാലത്തും അതുപോലെ തുടരത്തൊന്നുമില്ല അല്ലേ. വീണ്ടും വീണ്ടും അത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അവർ കണ്ടില്ലേ. ആദ്യം എന്ത് ചെയ്യും, അഗ്നിപർവ്വത സ്ഫോടനം പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചിട്ട് ആ ലാവ എന്ത് ചെയ്യും, തണുത്തുറഞ്ഞിട്ട് ആഗ്നേയ ശിലയായി മാറും. ആഗ്നേയ ശില എന്ത് ചെയ്യും, അത് പൊടിഞ്ഞിട്ട് അവിടെ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ട് അത് അടുക്കടുക്കുകളായിട്ട് അവസാദ ശിലകളായി മാറും. ആ അവസാദ ശിലകളൊക്കെ തന്നെ എന്ത് ചെയ്യും, ഉയർന്ന മർദ്ദമോ അല്ലെങ്കിൽ താപമോ മൂലം എന്ത് ചെയ്യും, അതിന് മാറ്റം സംഭവിക്കും. കണ്ട, ഉയർന്ന മർദ്ദം, താപം എന്നിവ മൂലം മാറ്റം സംഭവിച്ചിട്ട് അത് കായാന്തര ശിലയായി മാറും. അത് വീണ്ടും ഉരുകി ശിലാദ്രവമാവും എന്നാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ശിലയും അങ്ങും ഇങ്ങും ആവാം. ഇവിടുന്ന് നേരിട്ട് ആഗ്നേയ ശിലയിൽ നിന്ന് കായാന്തര ശിലയിലേക്ക് ഉയർന്ന മർദ്ദവും താപവും കാരണം കായാന്തര ശിലയാവും എന്നും കാണിച്ചിട്ടുണ്ട്. നമ്മളത് നോക്കുക. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അവസാദ ശില ഉരുകിയിട്ട് എന്തായി മാറുമെന്നാണ് പറയുന്നത്. അവസാദ ശില ഉരുകിയിട്ട് വീണ്ടും ആഗ്നേയ ശിലയായി മാറും. ആഗ്നേയ ശിലയായി മാറും. അതുപോലെ ആഗ്നേയ ശില പൊടിഞ്ഞിട്ട് എന്തായി മാറും, അവസാദ ശിലയായി മാറും. അതുപോലെ കായാന്തര ശില, കായാന്തര ശില ഉരുകിയിട്ട് എന്തായി മാറുമെന്നാണ് പറയുന്നത്, ആഗ്നേയ ശിലയായി മാറും. അതുപോലെ ആഗ്നേയ ശില ഉയർന്ന മർദ്ദം കാരണം എന്തായി മാറും, കായാന്തര ശിലയായി മാറും. അതുപോലെ അവസാദ ശില, അവസാദ ശില എങ്ങനെയാണ് കായാന്തര ശിലയായി മാറുക, അത് അതേ തന്നെ ഉയർന്ന താപം മൂലമോ അല്ലെങ്കിൽ മർദ്ദം മൂലമോ കായാന്തര ശിലയായി മാറും. അതുപോലെ കായാന്തര ശില പൊടിഞ്ഞിട്ട് അവസാദ ശിലയായി മാറും. അപ്പോൾ അത് അങ്ങും ഇങ്ങും മാറിക്കൊണ്ടേ ഇരിക്കുമെന്നാണ്. അത് നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അപക്ഷയം, ഇനി എന്താണ് അപക്ഷയം എന്ന് നോക്കാം. നമുക്കിപ്പോൾ വിവിധ തരം ശിലകളെ പറ്റി മനസ്സിലായല്ലോ. അവ കാലാന്തരങ്ങളായി പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ഇത്തരം ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയാം. എങ്ങനെ, ഇത് പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതിനെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, രാസപരമായും ഭൗതികമായും. അത് അവിടെ താഴെ അപക്ഷയം തന്നിട്ടുണ്ട്. എന്താണ് ഭൗതിക അപക്ഷയം, എന്താണ് രാസിക അപക്ഷയം, എന്താണ് ജൈവിക അപക്ഷയം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഭൗതിക അപക്ഷയം. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. അപ്പം എന്താണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവുമാണ് ഈ അപക്ഷയത്തിന് കാരണമാകുന്നത്. ഭൗതികമാണ് കേട്ടോ. കൂടാതെ എന്ത് ചെയ്യും, വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് ശിലകൾ പൊടിയും ചെയ്യും. രണ്ടാമതാണ് രാസിക അപക്ഷയം. കെമിക്കൽ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ രാസിക അപക്ഷയം നമ്മൾ പറഞ്ഞു, ഒരുപാട് ധാതുക്കൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്, ശിലകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പലതരം ശിലകളും പല രീതിയിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ധാതുക്കളുമായി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ എന്ത് ചെയ്യും, രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യും. അതാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്? ജൈവിക അപക്ഷയം സസ്യങ്ങളിലെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, ചെറുജീവികൾ മാളമുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അപക്ഷയം 3 തരമാണ്: ഭൗതികം, രാസികം, ജൈവികം. ഭൗതികം പറഞ്ഞാൽ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലം, നമ്മൾ ഫിസിക്സിലല്ലേ താപത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. രാസികം പറഞ്ഞാൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലവും, അതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? കെമിസ്ട്രിയിലാണ്. ജൈവികം പറഞ്ഞാൽ സസ്യങ്ങളിലെ വേരുകളും ജീവികളും, അതൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ബയോളജിയിലാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, കാരണം നമുക്ക് എല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റണം എന്നില്ല. അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കാറുണ്ട്. അപക്ഷയ പ്രവർത്തനങ്ങൾ
മനുഷ്യനെ പലതരത്തിൽ സഹായിക്കാറുണ്ട്. എങ്ങനെയാണ്? ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ശിലകളിലുള്ള ധാതുക്കൾ എന്ത് ചെയ്യപ്പെടും? വേർതിരിക്കപ്പെടും. അതുപോലെ ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിനും കാരണമാകും. അപക്ഷയം എന്ത് ചെയ്യും? മണ്ണ് രൂപപ്പെടാനും കൂടി കാരണമാകുന്നു. ഏതൊക്കെയാണ് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കുന്നത്? ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയൊക്കെയാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി എന്ന് പറയുക. അതായത് മണ്ണിൽ കളിച്ച് പറഞ്ഞ അമ്മ എന്ത് ചെയ്യും? നല്ല പെട തരൂല്ലേ? അതാണ് പെഡോളജി. ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ പെഡോളജിസ്റ്റ് എന്നറിയപ്പെടുന്നു. ആ പെട തരുന്ന ആളാണ് പെഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് മണ്ണ് ജനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ പാറകളെല്ലാം പൊടിഞ്ഞിട്ടാണ് ജനിക്കുക. അത് എങ്ങനെ? കാറ്റ് മൂലോ അല്ലെങ്കിൽ മഴ മൂലോ അല്ലെങ്കിൽ എന്താണ് ചൂട് കാരണോ എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ. അപക്ഷയ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപപ്പെട്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ എത്രയും മണ്ണുണ്ടാവാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ താഴെ പറയുന്നത് നോക്കിക്കേ. മണ്ണ് രൂപപ്പെടാൻ എന്തൊക്കെ കാരണമായിട്ടുണ്ടാവും? കാലാവസ്ഥ, ഭൂപ്രകൃതി, അതുപോലെ മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും എല്ലാം എന്തിന് കാരണമായി? മണ്ണ് രൂപപ്പെടാനും വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് അല്ലേ. പ്രകൃതിയിലെ കാറ്റും മറ്റു മഴയും അതുപോലെ തന്നെ ഈ ശില പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എത്ര കനത്തിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷമാണ്? 1000-ലധികം വർഷം വേണമെന്നാണ് പറയുന്നത്. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. അത് നേരത്തെ നമ്മൾ അപക്ഷയം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഏത്? ജൈവിക അപക്ഷയത്തിൽ. മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളുന്നതിനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവയിലുള്ള അന്തരങ്ങൾ മൂലം വ്യത്യസ്തങ്ങളായ മണ്ണിനങ്ങൾ രൂപപ്പെടുന്നു. ഇന്ത്യയിലും കേരളത്തിലും പലതരം മണ്ണിനങ്ങളുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെങ്കൽ മണ്ണുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്കൽ മണ്ണ് പഠിച്ചിട്ടുണ്ട്. ലാറ്ററൈറ്റ് മണ്ണ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം മണ്ണ്, കറുത്ത മണ്ണ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം മണ്ണുകളുണ്ട് അല്ലേ. ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. സസ്യങ്ങൾ മണ്ണിന്റെ പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു. മണ്ണ് മരിക്കുന്നു. വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനം തുടങ്ങിയവ മനുഷ്യപ്രവർത്തികൾ മൂലം മണ്ണിന് ശോഷണം സംഭവിക്കുന്നു. ഈ ഭാഗം നമുക്ക് വരുന്നത് ഏതിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മലിനീകരണങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല പോലെ തടഞ്ഞു നിർത്തുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് പരിസ്ഥിതി സവിശേഷതകൾ കണക്കിലെടുക്കാതെ ഉഴുതുമറിച്ച് കടും കൃഷി നടത്തി മനുഷ്യൻ മണ്ണിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. എന്തൊക്കെയാണ് മണ്ണ് മലിനീകരണമാകാൻ കാരണം? പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത എന്താണ്? പ്ലാസ്റ്റിക് പോലുള്ളവ മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാവും. പ്ലാസ്റ്റിക്കാണ് ഒരു പ്രധാന കാരണം അല്ലേ മണ്ണ് മലിനമാകാൻ. മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവളങ്ങൾ. നമ്മൾ ഒരുപാട് കാലം രാസവളം ഉപയോഗിച്ച് പറഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടുത്തെ ജൈവഘടനയെ അല്ലെങ്കിൽ പിന്നീട് അവിടെ കൃഷി ചെയ്യാൻ പറ്റാതെ പോവാറുണ്ട് അല്ലേ. അതുപോലെ അശാസ്ത്രീയമായ നിർമ്മാണം, ഖനന പ്രവർത്തനങ്ങൾ, അതുപോലെ കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുക, അമിതമായ കന്നുകാലി മേച്ചിൽ, ഇവയൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്? മണ്ണ് മലിനീകരണത്തിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ മണ്ണ് എങ്ങനെ സംരക്ഷിക്കാം? മേൽമണ്ണ് നഷ്ടമായാൽ അവശേഷിക്കുന്നത് ഊഷര ഭൂമിയോ പാറ നിരക്കോ ആയിരിക്കും. അതായത് മേൽമണ്ണിലാണ് നമുക്ക് എന്തുണ്ടാവുക? വളക്കൂറൊക്കെ ഉണ്ടാവുക അല്ലേ. മേൽമണ്ണ് പുനഃസൃഷ്ടിക്കപ്പെടാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. പ്രകൃതിയിൽ ജീവന്റെ നാമ്പുകൾ തുടർന്നും മുളപൊട്ടാൻ മേൽമണ്ണ് തന്നെ വേണം. അതിന് സംരക്ഷണമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വനനശീകരണം തടയുന്നതിലൂടെ, അതുപോലെ വിളപരിവർത്തിയിലൂടെ, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷിയിലൂടെ, തടയണ നിർമ്മാണത്തിലൂടെയൊക്കെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം എന്നാണ് പറയുന്നത്. നമുക്കൊരു മണ്ണ് ദിനമുണ്ട് അല്ലേ. എന്നാണ് മണ്ണ് ദിനം വരുന്നത്? ഡിസംബർ 15-ാം തീയതി ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്ര സംഘടന
ആചരിക്കാൻ തുടങ്ങി. മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ 15 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറകളുടെ പാളികളെക്കുറിച്ച് പോയി. ഓരോ പാളിക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഈ ഭൂവൽക്കം പഠിച്ചു, അതിൽ സിമയും സിയാലും പഠിച്ചു. അതിനുശേഷം മാൻഡിൽ പഠിച്ചു, അതിൽ ഉപരിമാൻഡിലും അധോമാൻഡിലും പഠിച്ചു. കാമ്പ് പഠിച്ചു, പുറംകാമ്പും അകങ്കാമ്പും പഠിച്ചു. അതിൽ നിഫേ പഠിച്ചു അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭൂവൽക്ക ശിലകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ശിലകൾ എങ്ങനെയാണ്? 3 ശിലകളാണ്. ആഗ്നേയശില, അവസാദശില, കായാന്തരശില പറഞ്ഞു. ഇത് 3ഉം അപക്ഷയം സംഭവിക്കുന്നു പറഞ്ഞു. ഈ ആഗ്നേയശില തന്നെ അവസാദശിലയായും മാറും, കായാന്തരശിലയായും മാറും. കായാന്തരശില ആഗ്നേയശിലയായും മാറും, അവസാദശിലയായും മാറും. അവസാദശില എന്ത് ചെയ്യും? ആഗ്നേയശിലയായും മാറും, കായാന്തരശിലയായും മാറും. ആഗ്നേയശില എന്ന് പറയുന്നത് പ്രാഥമിക ശിലയാണ്. അവസാദശില എന്ന് പറയുന്നത് എന്താണ്? അടുക്കുശിലയാണ്. കായാന്തരശില പറയുന്നത് ആ താപം കാരണം ഉണ്ടാകുന്ന ശിലയാണ്. അപ്പോൾ അത് അപക്ഷയം സംഭവിക്കും. 3 തരത്തിൽ അപക്ഷയം ഉണ്ടാവും. എങ്ങനെയാണ്? ഭൗതികം, രാസികം, ജൈവികമായിട്ട് 3 തരത്തിൽ. ഭൗതികം പറഞ്ഞാൽ ചൂട് മൂലം, രാസികം പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഓക്സിജനും മൂലം, ജൈവികം പറഞ്ഞാൽ എങ്ങനെയാണ്? ചെടികളുടെ വേരുകളും അല്ലെങ്കിൽ മണ്ണ് ജീർണിക്കുക, ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ജീർണനം കാരണമല്ല. അപ്പം ഈ ജൈവികവും ഭൗതികവും രാസികമൊക്കെ ആയിട്ട് എന്തുണ്ടാവും എന്ന് പറയുന്നത്? മണ്ണ് രൂപീകരണം ഉണ്ടാവും. ആ മണ്ണ് രൂപീകരണം, മണ്ണ് ശോഷണവും മണ്ണ് സംരക്ഷണത്തിനെ കുറിച്ചും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് +1ത്തെ കുറച്ച് ഭാഗം കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ SCERT ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളതും കൂടി നോക്കുന്നത്. കാരണം ഉയർന്ന ക്ലാസ്സുകളിലെത്തുമ്പോൾ കൂടുതൽ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ഭൂമിയുടെ ഘടന. ഭൂവൽക്കത്തെക്കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണിത്. ഭൂവൽക്കത്തിന്റെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല. കാരണം സമുദ്ര ഭൂവൽക്കവും അതുപോലെ കരഭൂവൽക്കത്തിൻ്റെയും അളവ് എന്ന് പറയുന്നത് വ്യത്യാസമാണ് അല്ലേ. സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ മാത്രമാണ് കനമുള്ളത്. എന്നാൽ വൻകര ഭൂവൽക്കത്തിന് ഇത് ഏകദേശം 30 കിലോമീറ്റർ ആണ്. പ്രധാന പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നിടങ്ങളിൽ വൻകര ഭൂവൽക്കം കൂടുതൽ കനത്തിൽ നിലകൊള്ളുന്നു. ഹിമാലയൻ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് 70 കിലോമീറ്ററോളം കനമുണ്ട്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം ആണ്. 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കം 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ വരെ സാന്ദ്രത. താരതമ്യേന കാഠിന്യമേറിയ ശിലകളുമായി നിർമ്മിതമാണ്. ഇനി നമുക്ക് മാൻഡിലിനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്നതാണ് മഹോപരിവർത്തന മേഖല എന്ന് പറയുന്നത്. ഈ വേർതിരിക്കുന്ന മഹോപരിവർത്തന മേഖലയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറയാത്തതാണ്. ഈ മഹോപരിവർത്തന മേഖല എന്താണത്? ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താണ്? മഹോപരിവർത്തന മേഖല. അത് തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കത്തിൽ നിന്നും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലം 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ നിലകൊള്ളുന്നു. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗം ചേർന്നിട്ടുള്ളതാണ് ശിലാമണ്ഡലം. അത് നമ്മൾ പറഞ്ഞു. 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് അസ്തനോസ്ഫിയർ. ഇത് മാൻഡിലിന്റെ ഭാഗമാണ്. അസ്തനോ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ദുർബലം എന്നാണ്. അത് പറഞ്ഞാൽ അത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്, ഖരാവസ്ഥയിലല്ല എന്നാണ് പറയുന്നത്. ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ വ്യാപിച്ചിട്ടുള്ളത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് അസ്തനോസ്ഫിയർ. ഭൂവൽക്കത്തിനേക്കാൾ ഉയർന്ന സാന്ദ്രതയാണ് ഇവിടെ ഉള്ളത്. എവിടെ? അസ്തനോസ്ഫിയറിലുള്ളത്. 3.4 ഗ്രാം പെർ ഘന സെന്റിമീറ്ററിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അസ്തനോസ്ഫിയറിന് താഴെയായി കീഴ്മാൻഡിലുള്ളത് എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ്. അസ്തനോസ്ഫിയറിന് താഴെ കീഴ്മാൻഡിലുള്ളത് എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ് ഉള്ളത്. ഇനി അടുത്തത് കാമ്പ്. ഭൂമിയുടെ കാമ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് ഭൂകമ്പ തരംഗ പ്രവേഗത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളാണ് സഹായകമായത്. മാൻഡിലിനും കാമ്പിനും ഇടയിലുള്ള അതിർവരമ്പ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിലാണെന്ന് കണക്കാക്കുന്നു.
പുറം കാമ്പ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ദ്രാവകാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. കാമ്പിന്റെ തുടക്ക ഭാഗത്ത് സാന്ദ്രത 5 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. എന്നാൽ ഭൗമകേന്ദ്രത്തിൽ എത്തുമ്പോൾ അതെന്താവും? ഏകദേശം 6300 കിലോമീറ്റർ താഴ്ചയിൽ സാന്ദ്രത 13 ഗ്രാം ഘന സെന്റിമീറ്റർ ആയി ഉയരുന്നു എന്ന് പറഞ്ഞു. മുഖ്യമായി നിക്കൽ, ഇരുമ്പ് എന്നീ ഘനലോഹങ്ങളാണ് കാമ്പിന്റെ നിർമ്മിതി. അതായത് കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. ഇത് നമ്മൾ നേരത്തെ ആ 8ാം ക്ലാസ് ബുക്കിൽ പറഞ്ഞു. ഇതിൽ പറയാത്താണ് മഹോപരിവർത്തന മേഖല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഭൂമിയുടെ ആന്തരിക ഘടന. ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് ഒരു യാത്ര നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഏകദേശം 6400 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ഭൂമിയുടെ കേന്ദ്രസ്ഥിതമായ അർദ്ധമണ്ഡലം അഥവാ അകക്കാമ്പിലേക്കുള്ള യാത്ര കാണപ്പെടുന്ന ശിലാപാളികൾ അവയുടെ ഭൗതിക സ്വഭാവവും രാസഘടനയിൽ പ്രകടമായ വൈവിധ്യം കാണിക്കുന്നു. രാസഘടനയുടെയും ഭൗതിക സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ വ്യത്യസ്ത മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്. തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നു. ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്. ഇതൊരു റിവിഷൻ കൂടിയാണ്. എന്നാൽ ഭൗതിക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂമിയുടെ ഉപരിതലം തൊട്ട് അകക്കാമ്പ് വരെയുള്ള ഉൾഭാഗത്തെ 6 വ്യത്യസ്ത മേഖലകളായി തിരിച്ചു. എത്ര വ്യത്യസ്ത? 6 വ്യത്യസ്ത മേഖലകളായിട്ട്. ഭൂമിയുടെ ഉൾഭാഗത്തെ രൂപപ്പെടുത്തുന്ന ഉന്നത മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള ശിലകളുടെ ക്ഷമതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരണമാണ് രണ്ടാമത്. ഭൂമിയുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന ശിലകളുടെയും രാസഘടനയും ഭൗതിക സ്വഭാവവും പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് മുഖ്യ കാരണം എന്ന് പറയുന്നത് ഭൗതിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ശിലകളുടെ രാസഘടനയാണ് എന്നതാണ്. ഭൂമിക്കുള്ളിൽ കാണപ്പെടുന്ന ഉയർന്ന മർദ്ദവും താപവും ശിലകളുടെ ഭൗതിക സ്വഭാവത്തെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഉയർന്ന മർദ്ദവും താപവും. ഭൂതലത്തിൽ നിന്നുമുള്ള ആഴം കൂടുന്തോറും മർദ്ദം, താപം എന്നിവ കൂടും. ഇത് നമ്മൾ പറഞ്ഞൂലേ, ഫസ്റ്റ് തന്നെ പറഞ്ഞൂലേ. ഇനി നമുക്ക് ഭൂവൽക്കത്തെക്കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഏറ്റവും ഉപരിഭാഗത്ത് കാണപ്പെടുന്ന പാളിയാണ് ആഗ്നേയശിലകൾ, കായാന്തര ശിലകൾ, അവസാദ ശിലകൾ എന്നിവയെല്ലാം കാണപ്പെടുന്ന ഭൂവൽക്കത്തിലാണ്. ഈ മേഖലയിൽ കാണപ്പെടുന്നവയാണവ. ഇവയിൽ ആദ്യത്തെ 2 വിഭാഗങ്ങളിൽപ്പെട്ട ശിലകളാണ് താരതമ്യേന കൂടുതലായി കാണപ്പെടുന്നത്. ഏതാണ്? ആഗ്നേയശിലയും കായാന്തരശിലയും. ഭൂവൽക്കത്തിന്റെ കനം ഭൂമിയുടെ എല്ലാ ഭാഗത്തും എങ്ങനെയല്ല? ഒരുപോലെയല്ല എന്ന് പറഞ്ഞു അല്ലേ. ആ ചിത്രങ്ങൾ നോക്കുക കേട്ടോ. കടൽത്തര ഭാഗങ്ങളിൽ 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ കനത്തിൽ കാണപ്പെടുന്നു. ഭൂവൽക്കം വൻകര ഭാഗങ്ങളിൽ 35 കിലോമീറ്റർ കനത്തിലാണ് കാണപ്പെടുന്നത്. ഹിമാലയം പോലെയുള്ള ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ 70 കിലോമീറ്ററിലധികമാണ്. അപ്പോൾ കടൽത്തറയിൽ 5 കിലോമീറ്റർ മുതൽ 10 വരെ, വൻകര ഭാഗങ്ങളിൽ 35, ഭൂവൽക്കത്തിൽ ഹിമാലയൻ ഭാഗങ്ങളിൽ എത്രയാണ്? 70 കിലോമീറ്ററിൽ അധികമാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഭൂവൽക്ക ഭാഗത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഭൂചലനീയ വിഛിന്നതയെ മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് വിളിക്കുന്നു. മഹോപരിവർത്തന മേഖല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതന്നെയാണ്. ഈ പദത്തെ മോഹോ എന്ന് സംക്ഷിപ്ത രൂപത്തിൽ എഴുതാറുണ്ട്. ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന ശിലകളിൽ സിലിക്കൺ ഡയോക്സൈഡ്, അലുമിനിയം ഡയോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങളാണ് താരതമ്യേന അധികമായി കാണപ്പെടുന്നു. സിലിക്കണും അലുമിനിയം ചേർന്ന എന്താണ്? സിയാൽ. വൻകര ഭാഗങ്ങളിൽ ഭൂവൽക്കത്തിന്റെ കനം സമുദ്ര ഭൂവൽക്കത്തേക്കാൾ കൂടുതലാണ്. എന്നാൽ വൻകര ഭാഗങ്ങളിൽ ഭൂവൽക്ക സാന്ദ്രത കടൽ ഭാഗങ്ങളേക്കാൾ കുറവാണ്. അപ്പോൾ കടൽ ഭാഗത്താണ് എന്ത്? സാന്ദ്രത കൂടുതൽ. വൻകര ഭാഗത്താണ് എന്ത്? കനം കൂടുതൽ. മധ്യ സമുദ്രാന്തർ വരമ്പുകളിൽ ഭൂവൽക്ക ഭാഗങ്ങളുടെ കനം എന്ന് പറയുന്നത് 5 കിലോമീറ്ററിൽ താഴെയാണ്. എന്നാൽ ഉന്നതമായ പർവ്വത മേഖലയിൽ 70 കിലോമീറ്ററിൽ അധികവുമാണ്. ഇനി നമുക്ക് സിയാലും സിമയും നോക്കാം. വൻകര ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഭൂവൽക്ക ഭാഗത്തെ സിയാൽ എന്നും കടൽത്തര ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂവൽക്ക ഭാഗത്തെ സിമ എന്നും വിളിക്കുന്നു. സിയാലിൽ കാണപ്പെടുന്ന ശിലകളിൽ അലുമിനിയം സിലിക്കേറ്റുകളാണ് അധികമായി കാണപ്പെടുന്നത്. അലുമിനിയം സിലിക്കേറ്റ് ധാതുക്കളായ ഫെൽസ്പാർ, ക്വാർട്സ് തുടങ്ങിയ ധാതുക്കളാണ് ഇവിടെയുള്ള ഗ്രാനൈറ്റ് പോലുള്ള ശിലകളിൽ ധാരാളമായി കണ്ടുവരുന്നത്. ഓർത്തു വെച്ചോളൂ, ഏതൊക്കെയാണ് ധാതുക്കൾ? ഫെൽസ്പാറും ക്വാർട്സും ആണ് ഏതിൽ കാണപ്പെടുന്നത്? ഗ്രാനൈറ്റ് പോലുള്ള ശിലകളിൽ ധാരാളമായി കാണപ്പെടുന്നത്. ഈ ഭാഗത്തെ സാന്ദ്രത എത്രയാണ്? 2.7 മുതൽ 2.8 ഗ്രാം സെന്റിമീറ്റർ വരെയാണ് സാന്ദ്രത. സാന്ദ്രത കുറവായതിനാൽ ഈ ഭാഗം ഭൂവൽക്കത്തിന്റെ ഏറ്റവും ഉപരിഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ ഭാഗത്ത് ധാരാളമായി കണ്ടുവരുന്ന സിലിക്കൺ മൂലകത്തിൻ്റെയും അലുമിനിയം എന്ന മൂലകത്തിൻ്റെയും ഇംഗ്ലീഷിലുള്ള ആദ്യത്തെ 2 അക്ഷരങ്ങൾ ചേർന്നാണ് സിയാൽ എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഫെൽസ്പാർ, അലുമിനിയം സിലിക്കേറ്റ് ധാതുക്കളാണ് ഫെൽസ്പാർ.
സിലിക്ക എന്നീ രണ്ടു ധാതുക്കളുടെ ആദ്യ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഫെൽസിക് എന്ന വാക്ക് സിയാൽ ഭൂവൽക്ക ഭാഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കടൽത്തര ഭാഗങ്ങളിൽ സിയാൽ കാണപ്പെടുന്നില്ല. സിയാലിന് താഴെ കാണപ്പെടുന്ന കടൽത്തര ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭൂവൽക്ക ഭാഗത്തെ സിമ എന്ന് വിളിക്കുന്നു. അവിടെ എന്തൊക്കെയാണ്? സിലിക്കനും മെഗ്നീഷ്യമാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ബസാൾട്ട് ശിലകളാണ് ഈ മേഖലയിൽ ധാരാളമായി കാണപ്പെടുന്നത്. ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയവയുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. സാന്ദ്രത എന്ന് പറയുന്നത് 2.8 മുതൽ 3.3 ഗ്രാം സെൻറ്റിമീറ്റർ വരെയാണ് സാന്ദ്രത. സിലിക്കോൺ, മഗ്നീഷ്യം എന്നീ മൂലകങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായത്? സിമ എന്ന വാക്ക് ഉണ്ടായത് എന്ന് പറയുന്നു. ഇതിനെ സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നു. ഈ സിയാലിനെയും സിമയെയും വേർതിരിക്കുന്ന സിസ്മിക ഡിസ്കണ്ടിന്യൂവിറ്റി, കോൺറാഡ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇത് വ്യക്തമായ വിജിന്നത അല്ലായകയാൽ ഭൂവൽക്കത്തെ 2.8 ശരാശരി സാന്ദ്രത രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രതലമായി ഈ വിജിന്നതയെ പരിഗണിച്ചു വരുന്നു. നമുക്ക് മാൻഡിലിനെ കുറിച്ച് നോക്കാം. മാൻഡിൽ എന്താണ്? ഭൗമാന്തർ മധ്യങ്ങളിൽ കാണപ്പെടുന്ന രാസഘടനയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാവുന്ന പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൻ്റെ അടിഭാഗത്തു നിന്നും അഥവാ പരിവർത്തന മേഖല മുതൽ താഴേക്ക് 2900 കിലോമീറ്റർ ആഴമാണ് മാൻഡിലിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം രാസഘടനാപരമായി മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തത പ്രകടമാവുന്ന മണ്ഡലം കൂടിയാണ് ഏത് എന്ന് പറയുന്നത്? മാൻഡിൽ എന്ന് പറയുന്നത്. വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? മാൻഡിലാണ്. മൊത്തം വ്യാപ്തത്തിൻ്റെ 83% ഇവിടെ വരുന്നത്. പിണ്ഡത്തിൻ്റെ 68%. മൊത്തം ഭാഗത്തിൻ്റെ 83%, പിണ്ഡത്തിൻ്റെ 68%. ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മാൻഡിലാണ്. അവിടെ എന്താണ് ഉള്ളത് ചോദിച്ചാൽ ഇരുമ്പും മഗ്നീഷ്യവുമാണ്. അതുപോലെ കുറഞ്ഞ തോതിൽ അലുമിനിയം, സിലിക്കൺ തുടങ്ങിയ മൂലകങ്ങളും കൂടി അവിടെ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മാൻഡിലിൻ്റെ ബാഹ്യമേഖലയിൽ കാണപ്പെടുന്ന ശിലകളിൽ സിലിക്കേറ്റ് ധാതുക്കളായ ഒലിവിൻ, പെറോക്സിൻ എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. അകക്കാമ്പിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും? സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യും. സാന്ദ്രത വ്യത്യാസം വരുന്ന ഭാഗത്ത് സീസ്മിക് തരംഗങ്ങളുടെ, അതായത് ഭൂചലനീയ തരംഗങ്ങൾ സഞ്ചാരദിശയിലും പ്രവേഗത്തിലും വ്യത്യാസം വരികയുണ്ടാവും. അതുപോലെ മാൻഡിലിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്ന ഭാഗത്തെയാണ് ഗുട്ടൻസ്ബർഗ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ്? ഗുട്ടൻസ്ബർഗ് എവിടെയാണ്? മാൻഡിലിനെയും അകക്കാമ്പിനെയും, നമ്മൾ മഹാപരിവർത്തന മേഖല പറഞ്ഞില്ലേ, അതുപോലെ മാൻഡിലിനെയും അകക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് എന്ത് പറയുന്നത്? ഗുട്ടൻസ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങൾ ഭൂചലനീയ തരംഗങ്ങളുടെ ചലനത്തിൻ്റെ പ്രവേഗം ദ്രുതഗതിയിൽ വർദ്ധിപ്പിക്കുന്ന മേഖലയാണ് കേട്ടോ. അതുപോലെ അകക്കാമ്പ് ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ്. മാൻഡിലിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ്. നിക്കൽ, ഇരുമ്പ്, അതുകൊണ്ട് നിഫെ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അകക്കാമ്പിൻ്റെ ഏകദേശം ആരം പറയുന്നത് എത്രയാണ്? 35,000 കിലോമീറ്റർ ആണ്. മൊത്തം വ്യാപ്തത്തിൻ്റെ 17%, പിണ്ഡത്തിൻ്റെ 34% ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞു. അവിടുത്തെ മർദ്ദവും അത്യുഗ്രത മർദ്ദവും കാരണം അവിടെ എന്താണ്? 6000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. ഈ അകക്കാമ്പ് വരെ ചെന്നെത്തുന്ന ഭാഗത്തെ 6 മേഖലകളായി തിരംതിരിച്ചിട്ടുണ്ട്. അതാണ് ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ, ഉപരിമിസോസ്ഫിയർ, അധോമിസോസ്ഫിയർ, ബാഹ്യകാമ്പ്, അതുപോലെ ആന്തരിക കാമ്പ് എന്ന് പറയുന്നത്. ശിലാമണ്ഡലം പറഞ്ഞാൽ എന്താണ്? മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും കാണപ്പെടുന്ന ഭൂമിയുടെ ഏറ്റവും ഉപരിഭാഗത്തെയാണ് ശിലാമണ്ഡലം പറയുന്നത്. ഖരരൂപത്തിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഉരുകിയ ശിലകൾ ശിലാമണ്ഡലത്തിൻ്റെ മൊത്തം വ്യാപ്തത്തിൻ്റെ 0.1% മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. മാൻഡലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും കൂടി ചേർന്നിട്ടാണ് എന്തുള്ളത്? ശിലാമണ്ഡലം ഉള്ളത്. അസ്തനോസ്ഫിയർ പറഞ്ഞാൽ എന്താണ്? ശിലാമണ്ഡലത്തിന് താഴെ മാൻഡലിൻ്റെ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇത് താരതമ്യേന ദുർബലവും ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമാകുമ്പോൾ രൂപമാറ്റത്തിനും വംശവധമാകുന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്നതുമായ മണ്ഡലമാണ് ഇത് എന്ന് പറയുന്നത്. ഉപരി മിസോസ്ഫിയർ പറയുന്നതോ അസ്തനോസ്ഫിയറിന് താഴെ കാണപ്പെടുന്ന മാൻഡിലിൻ്റെ ശേഷിച്ച ഭാഗമാണ് ഉപരി മിസോസ്ഫിയർ എന്ന് പറയുന്നത്. മാൻഡിലിൻ്റെ വ്യാപ്തത്തിൻ്റെ ഭൂരിഭാഗവും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. അധോമിസോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കീഴ്പോട്ട് ഏകദേശം 660 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെയുള്ളതാണ്. അതായത് ബാഹ്യ അകക്കാമ്പ് വരെയുള്ള കാണപ്പെടുന്ന പ്രദേശമാണിത്. ഏത്? അധോമിസോസ്ഫിയർ എന്ന് പറയുന്നത്. ധാതുക്കളുടെ ക്രിസ്റ്റൽ ഘടനയിൽ മാറ്റം വരുന്നത് കൊണ്ട് ശിലകളുടെ സാന്ദ്രതയിലും വ്യത്യാസം വരുന്നുണ്ട് ഈ ഭാഗത്ത്.
അടുത്തത് ബാഹ്യകാമ്പ്. മിസോസ്ഫിയറിന് താഴെ കാണുന്ന ഭാഗമാണ് ബാഹ്യകാമ്പ് എന്ന് പറയുന്നത്. ഭൂവൽക്കത്തേക്കാൾ 2 ഇരട്ടിയും മാന്റിലിനേക്കാൾ 1.5 ഇരട്ടിയും സാന്ദ്രത കൂടിയ ഭാഗം, സാന്ദ്രതയാണ് കേട്ടോ കൂടിയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ബാഹ്യ അകക്കാമ്പ് എന്ന് പറയുന്നത്. ഈ ഭാഗം ദ്രാവകാവസ്ഥയിലാണ്. എസ് തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഭൂചലനീയ തരംഗങ്ങൾ ഈ മേഖലയിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ദ്രാവകാവസ്ഥയാണെന്ന് അനുമാനിക്കുന്നത്. എസ് തരംഗങ്ങൾ ഏതിൽ കൂടെ പോകുന്നില്ല, ബാഹ്യ അകക്കാമ്പിലൂടെ പോകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് ദ്രാവകമാവാം എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. ആന്തര അകക്കാമ്പ് എങ്ങനെയാണ്, ഖരാവസ്ഥയിലാണ്. ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്ന മേഖലയാണ്. ഊഷ്മാവ് ബാഹ്യ അകക്കാമ്പിൽ ആന്തര അകക്കാമ്പിലും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ശിലാമണ്ഡലം എന്നാണ് സ്വഭാവം. ശിലകൾ ദൃഢതയുള്ളതും ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ പെട്ടെന്ന് പൊട്ടുന്ന സ്വഭാവമുള്ളതുമാണ്. കനം 5 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെയാണ്. അസ്തനോസ്ഫിയറോ, ശിലകൾ സമ്മർദ്ദ ബലത്തിന് വഴങ്ങുന്ന സ്വഭാവമുള്ളവയാണ്. കനം 100 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ. ഉപരിമിസോസ്ഫിയർ ആഴം കൂടുന്നതിനനുസരിച്ച് സാന്ദ്രത കൂടുന്നു. താഴത്തോട്ട് പോകുന്തോറും സാന്ദ്രത കൂടുന്നു എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ശിലകൾ ദൃഢതയുള്ളതും പെട്ടെന്ന് പൊട്ടിപ്പോകാത്തതുമാകുന്നു. കനം 300 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ്. അധോമിസോസ്ഫിയറോ, മുകളിലത്തെ മണ്ഡലത്തിലെ ശിലകളേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ദൃഢതയും കൂടുതലാണ്. കനം എന്ന് പറയുന്നത് 2300 കിലോമീറ്റർ ആണ്. ബാഹ്യ അകക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. കനം എന്ന് പറയുന്നത് എത്രയാണ്, 2300 കിലോമീറ്റർ ആണ്. ആന്തര അകക്കാമ്പ് ദൃഢതയുള്ളതും പെട്ടെന്ന് പൊട്ടാത്ത സ്വഭാവമാണ്. കനം 1200 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തുടർന്നുകൊണ്ട് ഇനിയും നമുക്ക് അന്തരീക്ഷവും ഭാഗങ്ങളെല്ലാം എടുക്കാറുണ്ട്. പക്ഷേ ഇതന്നെ അത്യാവശ്യം വലിയ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനി ഇതിൽ നിന്ന് പുറത്തൊന്നും വരാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ബൈ.